ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. അങ്ങനെ ശ്രുതിനെ വലിയ രീതിയിൽ തന്നെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദിവസമല്ല, കുറച്ച് നേരം നമ്മുടെ ശ്രുതിനെ വേണം അങ്ങേർക്ക്. ആർക്ക്? മാനേജർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന റൂമിൽ വരണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എല്ലാം സമ്മതിച്ച് ഫോൺ കട്ട് ചെയ്തപ്പോൾ മീര ചൂടായി. മീര പറഞ്ഞു, നിനക്ക് എന്തിൻ്റെ സൂക്കേടടി, നീ എന്തിനടി പോകാമെന്ന് സമ്മതിച്ചതെന്ന് ചോദിച്ചു. ഒരു ആൻസറും ഇല്ലാതെ നിൽക്കുന്ന നമ്മുടെ ശ്രുതി. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മാനേജരെയാണ് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരന് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിരം അയാൾ ചെല്ലുന്നതായതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്കൊക്കെ നല്ല പരിചയമാണ്. അങ്ങനെ ഇയാളെ കണ്ട ഉടനെ തന്നെ അവിടെ റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടി പറഞ്ഞു, അതെ സാറേ, സാറിൻ്റെ റൂമിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, കുറച്ച് നേരമായി വന്നിട്ട്. ഇവിടുന്ന് താക്കോല് മേടിച്ചുകൊണ്ട് പോയായിരുന്നു എന്ന് പറഞ്ഞപ്പം, ആണോ? ആഹാ, കൊള്ളാലോ, ഏതായാലും അവക്ക് എന്നെക്കാലം ധൃതിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു മാനേജർ നേരെ റൂമിനകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് പുറം തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പുറം തിരിഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ, ശ്രുതി, നീ കുറേ നേരമായിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നല്ലേ, നീ വരുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എനിക്ക്. നീ എനിക്ക് മുമ്പ് വന്നല്ലോ, സത്യത്തെ എനിക്ക് സന്തോഷമായി മോളെ, സന്തോഷമായി. നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ശ്രുതിന്ന് വിളിക്കണോ കല്യാണിന്ന് വിളിക്കണോ? നീ തന്നെ പറ. സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ട പേര് ശ്രുതി എന്നാ. ഞാൻ ശ്രുതി എന്ന് വിളിച്ചാൽ പോരെ? ഞാൻ ശ്രുതിനെയല്ലേ സ്നേഹിച്ചത്. എങ്കിൽ പിന്നെ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നിനക്കായിട്ട് നല്ല മുല്ലപ്പൂ മേടിച്ചോണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പോലും ഇങ്ങനെയൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് മുല്ലപ്പൂ ഒക്കെ ആയിട്ട് ഞാൻ വന്നത്. സത്യം പറയട്ടെ, എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ്. നിന്നിൽ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. കണ്ടപ്പോൾ മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായതാ. നീ എന്താ ശ്രുതി ഇതുവരെ ഒന്നും മിണ്ടാതെ മുഖം തരാതെ തിരിഞ്ഞിരിക്കുന്നത്? എനിക്ക് മനസ്സിലായി. ഞാൻ വിളിച്ചു വരുത്തിയതിൻ്റെ ദേഷ്യം കാണുമല്ലേ? എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ? അതൊക്കെ നീ അങ്ങ് വിട്ടുകള, എന്നോടങ്ങ് ക്ഷമിക്ക്. നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ മതി. പിന്നെ ഞാൻ നിന്നെ ശല്യം ചെയ്യുകയേയില്ല. അതിനുശേഷം നീ ആരെ വേണമെങ്കിലും പോയി വിവാഹം കഴിച്ചോ, എനിക്ക് ഒരു പ്രശ്നമില്ല ശ്രുതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആഗ്രഹമായിരുന്നു, ആ ആഗ്രഹം നടക്കാൻ പോവാ. പിന്നെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ, നീ ഈ പൂ അങ്ങോട്ട് ചൂട് എന്നും പറഞ്ഞ് പതുക്കെ ആ ഒരു പൂവൊക്കെ എടുത്ത് പുള്ളിക്കാരൻ മടക്കിയൊക്കെ നൂർത്ത് തലമുടിയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ തലമുടിയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി ചെന്നതും ഒരൊറ്റ തിരിയലായിരുന്നു. തിരിഞ്ഞപ്പോൾ സത്യത്തിൽ അയാൾ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം എന്താ? നമ്മുടെ അയാളുടെ ഭാര്യ പെട്ടെന്ന്, നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചതും ആ പുള്ളിക്കാരി ഒറ്റ ഒരെണ്ണം കൊടുത്തിട്ട്, വൃത്തികെട്ടവനെ, നിങ്ങൾ ഇങ്ങനെയായിരുന്നല്ലേ? അത് പിന്നെ എടാ, നീ തെരുവ് നായ, നീയൊക്കെ ഒരു ആണാണോ? ഓഫീസിലേക്കാന്നും പറഞ്ഞ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇതിനാണോ? പ്ലീസ് രജനി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മിണ്ടരുത് നീ. നിന്റെ കുഞ്ഞിനെയാണ് ഞാൻ നോക്കിയത് എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ലജ്ജ തോന്നുക, ലജ്ജ. 10 മാസം ഞാൻ വയറ്റിൽ ചുമന്നത് നിന്റെ കുഞ്ഞിനെ അല്ലേടാ, വൃത്തികെട്ടവനെ. ഒരു പെണ്ണിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിരിക്കുക. ഇത്രയും നാള് നീ എന്നെ ചതിക്കായിരുന്നല്ലേടാ തെമ്മാടി. അവൻ്റെ ഒരു മുല്ലപ്പൂവും കൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഒരു ചൂലെടുത്ത് തലങ്ങനും വിലങ്ങനും ഒക്കെ അടിക്കുകയാണ് കേട്ടോ. ചൂലല്ല, ഒരു ചെറിയൊരു കമ്പാണ്, എനിക്കൊന്ന് മോപ്പിൻ്റെ ഒരു കമ്പാണെന്ന് തോന്നുന്നു. അവിടെയും ഇവിടെയൊക്കെ അടിച്ചു. ഏതായാലും അടിച്ച് ആ ഒരു ഹോട്ടൽ റൂമിൻ്റെ വെളിയിലേക്ക് ഇറക്കി ഓടിച്ചിട്ടതല്ല. ഏതായാലും അവിടെ നിന്ന ആളുകളെല്ലാം ഇത് കാണുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അതൊരു വലിയ നാണക്കേടായിട്ട് തീരുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, തന്നെ ആ റൂമിനകത്തിട്ട് ഭാര്യ 2 തല്ല് തല്ലിയാലും പുള്ളിക്കാരൻ അങ്ങോട്ട് ക്ഷമിച്ചേനെ, അല്ലെങ്കിൽ പിന്നെ സഹിച്ചേനെ. പക്ഷെ ഇത് അവിടെ നിന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവിടെയും ഇവിടെയൊക്കെ അടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാനേജർ പറഞ്ഞു, പ്ലീസ് നീ ഒന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, അറിയാതെ പറ്റിപ്പോയതാ.
അറിയാതെയോ? അറിയാതെ പറ്റിപ്പോകാന് എന്താടാ, നീ അറിയാതെയാണ് ഇതൊക്കെ ചെയ്തതെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നീയും എൻ്റെ മോളും അല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. ഇനി എൻ്റെ മോളെക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത്. നിനക്കൊരു പെൺകുഞ്ഞുണ്ടായല്ലോ എന്ന് ഓർത്തിട്ടെ എനിക്ക് സത്യത്തിൽ ഇപ്പം ലജ്ജ തോന്നുക, ലജ്ജ. മര്യാദയ്ക്കിരുന്ന് നീ എൻ്റെ പുറകെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മുടെ രജനി അങ്ങ് പോയിട്ടോ. രജനി എന്നാ പുള്ളിക്കാരൻ്റെ പേര്. പിന്നെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരി അവിടെ ഉള്ളത്. ഏതായാലും ശ്രുതി പതിയെ ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങ് വന്നു. ഇയാളാണെങ്കിൽ വിളറി വെളുത്ത് നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയും. ഏതായാലും അയാൾക്ക് പക കൂടുകയുള്ളൂ ഈ ഒരു കാരണത്താൽ. സ്വന്തം ഭാര്യയും കുഞ്ഞും ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും പക കൂടൂല. ഏതായാലും നമ്മുടെ ശ്രുതി വന്നിട്ട്, ഹലോ PSR, ചില ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ, എന്നിട്ട് ഇപ്പം എന്താ ആഗ്രഹമൊക്കെ അടങ്ങിയോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മീര പറഞ്ഞു, ഇവനൊന്നും ഒരു നാണമില്ല, വീട്ടിൽ നല്ലൊരു ഭാര്യയും കുട്ടിയുണ്ട്, എന്നിട്ട് കണ്ടില്ലേ അവൻ്റെ ഒരു മോഹം എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ഇത്രയും വലിയൊരു ശിക്ഷ ഇനി നിനക്ക് തരാനില്ല. അതുകൊണ്ടാ അവരോട് എല്ലാം തുറന്നു പറഞ്ഞ് അവരെ ഇവിടെ വിളിച്ചു വരുത്തിയത്. സ്ത്രീകളെക്കുറിച്ച് നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾ വേറും അങ്ങോട്ട് പോങ്ങരാണെന്നോ? നീ വിരട്ടിക്കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങുന്നോർത്തോ നീ? എടാ, അതൊക്കെ പണ്ടത്തെ സ്ത്രീകള്. ഇപ്പോഴത്തെ സ്ത്രീകളെ ഇങ്ങനെയല്ല. അവർ ഒരു മുഴം മുമ്പ് ചിന്തിക്കുന്നവരാണ്. അവർ അന്തസ്സുള്ളവരാണ്. നാണം ഉണ്ടോടാ നിനക്ക്? ജീവിതത്തിൽ ഇതുപോലെ നിനക്കൊരു അടി കിട്ടി കാണില്ലല്ലേ? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ഇപ്പം എന്നെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി, അതുപോലെ നിന്റെ ഭാര്യ വേറെ ആരെങ്കിലും ഇങ്ങനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ നീ സഹിക്കുവാടാ? ഇല്ലല്ലോ. ഒരു തെലുങ്ക് പടത്തിലെ വില്ലനാന്ന് അവൻ്റെ വിചാരം. അവൻ്റെ നിപ്പ് കണ്ടില്ലേ? ദേ, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും. ഇനി നീ എൻ്റെ വഴിയിൽ വന്നാൽ ഇതല്ലായിരിക്കും, ഇതിനപ്പുറമായിരിക്കും. നീ കരുതുന്നത് പോലെ ഒരു സാധാരണ പെണ്ണല്ല ഞാൻ. എന്നോട് കളിച്ചാലേ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ, പച്ചയ്ക്ക്. അറിയാലോ, മനസ്സിലായാലോ ഈ ശ്രുതിനെ? ഈ ശ്രുതിക്ക് ഇത്രയും വരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ടേക്കും ഈ ശ്രുതിനെ എത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മീര പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നോ, ഇല്ലെങ്കിലേ നാട് റോഡിലിട്ടുണ്ടല്ലോ നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഇനി മേലാല് ശ്രുതിയുടെ പുറകെ വന്നേക്കരുത് നീ എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി മീര അങ്ങ് പോയത്. പുള്ളിക്കാരൻ വീണ്ടും നിന്നങ്ങോട്ട് വിയർക്കുകയാണ് കേട്ടോ. നോക്കിയപ്പം ചുറ്റിനും ആൾക്കാർ നിന്ന് ഇതെല്ലാം കാണുന്നു. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീന് നമ്മുടെ സച്ചിനാണ് കേട്ടോ. സച്ചി ഇങ്ങനെ സെറ്റിൽ ഇരിക്കുകയാണ്, ആലോചിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും രേവതി വന്നിട്ട് ചോദിച്ചു, ഇത് എന്ത് പറ്റി, എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? അത് പിന്നെ കാറ് റിപ്പയർ ചെയ്ത് ഇതുവരെ കിട്ടിയില്ലോ, ഇതിപ്പോൾ എത്ര ദിവസമായി? അല്ല, പണി കഴിഞ്ഞ് പുറത്തിറക്കുമ്പം കുറച്ച് കാശും കൂടി കൊടുക്കേണ്ടി വരില്ലേ? വേണം, അതിന് കടം വേറെ മേടിക്കണം. കാറിൽ കഞ്ചാവ് കടത്തിയത് ആരാണെന്നൊന്നും ഇതുവരെ അറിയത്തുമില്ല, ഇതുവരെ അവനെ കിട്ടിയിട്ടുമില്ല. ഏതായാലും ഞാൻ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ട് അവന് കൊടുക്കുന്നുണ്ട്. ഈയിടെയായിട്ടേ മഹേഷ് എന്നെ കാണുമ്പം ഒഴിഞ്ഞു മാറുക, ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കത്തുമില്ല. അതൊക്കെ അങ്ങ് വിട്. ദ്രോഹിച്ചതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. ദൈവം കൊടുത്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ വക കൊടുക്കണ്ടേ? കൊടുത്തിരിക്കും ഞാൻ. ഈ ചെയ്തതിനൊക്കെ ആ ദ്രോഹി അനുഭവിച്ചോളും. എന്തിനാ നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? അതെ, നാളെ മറ്റന്നാളും ഓട്ടോ ഒന്നും ഏറ്റെടുക്കണ്ട കേട്ടോ. കല്യാണമല്ലേ? ആരുടെ കല്യാണം? അല്ല, നിങ്ങളുടെ ഏട്ടൻ്റെ കല്യാണം. അതൊക്കെ മറന്നോ? അവൻ്റെ ഒരു കല്യാണം ഓർക്കാൻ വേറെ എന്തൊക്കെ കിടക്കുന്നു? എനിക്കിപ്പോൾ കല്യാണക്കാരും അങ്ങോട്ട് ഓർത്തുകൊണ്ട് നടക്കാനല്ലേ ഇപ്പം അങ്ങോട്ട് സൗകര്യം. അല്ല, അവൻ പൈസ തന്നില്ലല്ലോ. അവൻ കല്യാണത്തിന് മുമ്പ് പൈസ തരാന്നല്ലേ പറഞ്ഞത്? അയ്യോ, അതൊന്നും വേണ്ട, വെറുതെ എന്തിനാ ഒരു വഴക്കുണ്ടാക്കുന്നത്? കല്യാണം കഴിഞ്ഞാലേ ഒരിക്കലും അവൻ പൈസ തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ചെന്ന് മുട്ടണം. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത്രയും പൈസ ഏതായാലും ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. ദേ, അച്ഛനെയും അച്ഛമ്മയും ഒന്നും വിഷമിപ്പിക്കരുത്. കല്യാണം നല്ല രീതിയിൽ നടക്കട്ടെ. കാശിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിച്ച് റെഡിയാക്കാം. ബാ, വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരിക, ബാ എന്ന് പറഞ്ഞ് വിളിച്ച് നമ്മുടെ രേവതി സച്ചിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പം അതിനിടയിൽ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ മുടക്കമൊന്നും വേണ്ട, ഈ കല്യാണം നടക്കോ ഇല്ലയോ എന്ന് സത്യം പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ PA മാനേജറിനെ തന്നെയാണ്. PA മാനേജർ എന്നൊക്കെ പറയും പുള്ളിക്കാരനെ. അപ്പം പുള്ളിക്കാരനെ തന്നെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരന് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. കാരണം എല്ലാം കൈവിട്ടു പോയല്ലോ. എല്ലാം കൈവിട്ടു പോയവർക്ക് മുൻപും
പിൻപും ഒന്നും നോക്കാനില്ല എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെ അയാൾ പെട്ടെന്ന് ശ്രുതിയുടെ സ്കൂട്ടിയുടെ മുമ്പിൽ വന്ന് നിർത്ത് എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. അപ്പം ശ്രുതി പറഞ്ഞു, എന്താ ഇനിയും നിനക്ക് അടി വേണോ? നീ എന്നെ ചതിച്ചു, എൻ്റെ ഭാര്യേനെ നീ വിവരം അറിയിച്ചു, ഹോട്ടലിൽ എത്തിച്ചു, എല്ലാം നീ അവളോട് പറഞ്ഞു. അതെ, ഭാര്യേനെ ചതിച്ച് കണ്ട പെൺപിള്ളാരുടെ പിറകെ നടക്കുന്ന നിനക്കൊന്നും ഇതിനും നല്ല മരുന്ന് വേറെയില്ല. ആയിക്കോട്ടെ, ദേ ഞാൻ എൻ്റെ ഭാര്യേനെ ചതിച്ചു. നീ കല്യാണത്തിന് മുമ്പ് നിന്റെ ഭർത്താവാകാൻ പോകുന്നവനെ ചതിക്കാൻ പോവല്ലേ? അത് കല്യാണത്തിന് മുമ്പ്. ഓഹോ, അപ്പം നിങ്ങൾക്ക് മാറാൻ പ്ലാനില്ലല്ലേ? ഓരോന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വരികയാണോ? അതെ, പിന്നാലെ വരിക. ഞാൻ മാറിയിട്ട് എന്താ കാര്യം? എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ? ദേ അറിയാമോ, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഇനി ഡിവോഴ്സ് ആയിരിക്കും. പിന്നെ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടു. എല്ലാത്തിനും കാരണം ആരാ? നീ മാത്രം. നീയല്ലേ എല്ലാത്തിനും കാരണം. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ നിനക്കാണ് നഷ്ടപ്പെടാനുള്ളത്. നിനക്ക് നഷ്ടാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതിലൊരെണ്ണം അറിയാലോ, അത് സുതിയ. എന്നെ ഈ നിലയിലാക്കിയിട്ടേ നീ അങ്ങനെ സുഖിച്ച് നടക്കണ്ടടി. കല്യാണം കഴിച്ച് നീ സന്തോഷത്തോടെ ഒരിക്കലും ജീവിക്കില്ല. നിന്റെയും സുതിയുടെയും വിവാഹവും നടക്കാൻ പോകുന്നില്ല. പോടാ, നീ പേടിപ്പിക്കുവാണോ? നീ പോയി നിന്റെ ജോലി നോക്ക്. അതെ, ഉണ്ടായിരുന്ന എൻ്റെ ജോലി പോയില്ലേ, പിന്നെ ഞാൻ എന്ത് ജോലി ചെയ്യാനാ? ഇനിയിപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് നിന്റെ ജീവിതം ഇല്ലാതാക്കുക എന്നുള്ളതാ. നിന്റെ കല്യാണം മുടക്കുക എന്നത്. ഈ നിമിഷം വേണമെങ്കിൽ എനിക്കത് ചെയ്യാം. അത് ഞാൻ ചെയ്യില്ല. നിന്റെ കല്യാണം നാളെയല്ലേ? കല്യാണത്തിന് ഞാൻ വരും. സുതി നിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നതിന് തൊട്ടു മുമ്പ് ദേ നീ കളിക്കുന്ന ഈ നാടകമില്ലേ, അതിൻ്റെ ക്ലൈമാക്സ് അത് ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നത്. നീ കാത്തിരുന്നോടി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒന്ന് പേടിച്ചു കേട്ടോ. പേടിക്കുക മാത്രമല്ല, ചങ്ക് പടപട ഇടിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നിനക്കൊരു കുട്ടിയുള്ള കാര്യമേ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. നിന്റെ കഴുത്തിൽ കെട്ടാനെടുത്ത താലി പോക്കറ്റിൽ എടുത്ത് വെച്ചിട്ട് സുതിയുടെ വീട്ടിൽ പോവും. കള്ളം പറഞ്ഞ് ചതിച്ച നിന്നെ എല്ലാവരും കൂടെ എടുത്ത് പുറത്തെറിയും. പോലീസിന് പിടിച്ചു കൊടുക്കും ചിലപ്പം. സന്തോഷത്തോടെ എനിക്കത് കണ്ടു നിൽക്കണം. പിന്നെ നടക്കാൻ പോകുന്നതേ എന്താണെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അത് ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം, നാളെ കാണാം. പോട്ടെ കല്യാണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയാളങ്ങ് പോയി കേട്ടോ. പിന്നെ ശ്രുതി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം ശ്രുതി ആകെ പേടിച്ച് വിരണ്ടു പോയിട്ടോ. കാരണം അത്രയ്ക്കും ഭീഷണിപ്പെടുത്തി അയാൾക്കിനി എന്താ പറയുക, ഒന്നും നോക്കാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് ഈ വിവാഹം മുടക്കും എന്ന കാര്യത്തിന് യാതൊരു മാറ്റവും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ ശ്രുതി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലാത്ത രീതിയിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുക അയാൾ പറഞ്ഞതൊക്കെ. ഇതൊക്കെ ആലോചിച്ചിട്ട് മനസ്സിന് സത്യം പറഞ്ഞ ഒരു സമാധാനവും കിട്ടുന്നില്ല കേട്ടോ. ഏതായാലും സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മീര വരുന്നത്. മീര വന്നിട്ട് പറഞ്ഞു, എടി നീ എന്താടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ബാ നമുക്ക് കഴിക്കണ്ടേ, ഡിന്നർ കഴിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വന്ന്. അപ്പോഴത്തേക്കും പറഞ്ഞു, അതെ വേണ്ടടി, എനിക്ക് വേണ്ട, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. എന്താ നിനക്ക് പറ്റിയത്? നീ ഡിന്നർ കഴിക്കാതെ കിടക്കുന്നതല്ലല്ലോ. ഞാൻ ആരെയും ഭയക്കാതെ അടി ഇവിടെ വരെ എത്തിയത്. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയത് മുതൽ ഞാൻ ഇതുവരെ ആരെയും പേടിച്ച് ജീവിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഭയക്കുക. അറിയാമോ, എൻ്റെ ജീവിതം തൊലഞ്ഞു പോകുമെന്ന് ഞാൻ ഭയക്കുന്നു. വല്ലാത്തൊരു പേടി. അപ്പോഴത്തെ ദേഷ്യത്തിൽ ആ ദാസിന് കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തു. എനിക്കതൊരു വല്ലാത്ത കുരുക്കായേക്കുക. ദേ അവൻ്റെ ഭാര്യയും കുട്ടിയും അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പം ജോലി നഷ്ടപ്പെട്ടു. ഇപ്പം 2 കൽപ്പിച്ചിട്ട് ഇറങ്ങിയേക്ക് അവൻ. എടി അവന് കൊടുത്ത ശിക്ഷ കറക്റ്റാടി. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അവനിപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കല്യാണ സമയത്ത് അവൻ വന്ന് പറഞ്ഞാൽ കല്യാണം നടക്കില്ല. മാത്രമല്ല എൻ്റെ മാനവും പോവും. പിന്നെ ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം? എടി അവൻ ദേഷ്യത്തിൽ ചുമ്മാ പറഞ്ഞായിരിക്കും. നീ ആ കാര്യങ്ങൾ വിട്. ഇല്ല, അയാൾ സത്യം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയില്ല മീരെ. ഞാൻ സുധീനെ വിളിച്ച് പറഞ്ഞാലോ കാര്യങ്ങളൊക്കെ? ദാസുമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്നും അയാളെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞാലോ? എന്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? നിനക്ക് പറയാനൊരു മറുപടി ഉണ്ടോ? നിനക്ക് സത്യം പറയേണ്ടി വരില്ലേ? നിന്നെ പറ്റിയും ആദിയെ പറ്റിയൊക്കെ സുധിയോട് പറയേണ്ടി വരില്ലേ? ദേ സത്യം അറിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ദേ ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട, നീ ഇത് പറയണ്ട. ഇനിയിപ്പോൾ അവന് പ്രശ്നമില്ലെങ്കിലും ദേ നിൻ്റെ അമ്മായിയമ്മയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ സ്ത്രീ നിൻ്റെ പണവും മാത്രം ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു വിവാഹത്തിന് സമ്മതിച്ചേക്കുന്നത്. അതുകൊണ്ട് പറയണ്ടെന്ന എൻ്റെ മനസ്സ് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു.
പിന്നെ നീ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിക്കൊണ്ട് വന്ന നിന്റെ ബ്യൂട്ടി പാർലർ അതും തകർന്നു പോവും. കാരണം അത് നിന്റെ അമ്മായിയമ്മയാണല്ലോ നിനക്ക് ഇട്ട് തന്നിരിക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, പിന്നെ എന്താടി ഞാൻ ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, വരുന്നെടുത്ത് വെച്ച് കാണാം. അങ്ങനെ തീരുമാനിക്കും നീ. ഇത്രയും വരെയൊക്കെ ഇങ്ങനെ പോയില്ലേ, ഇനിയും എങ്ങനെയൊക്കെ അങ്ങനെ പോകും. ഒന്നും സംഭവിക്കില്ല. സത്യം ഇപ്പം നീ ആരോട് പറയാൻ നിൽക്കണ്ട. അത് തന്നെയാണ് നല്ലതെന്നാ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് മീരി അങ്ങ് പോയി വീണ്ടും ഇങ്ങനെ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്, കള്ളം പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചായിരിക്കും പിന്നെ മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അപ്പം അമ്പലത്തിൽ നമ്മുടെ ശ്രുതിയുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം അവിടെ ആദ്യം കാണിക്കുന്ന അമ്പലത്തിൽ നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് ഒരു കാർ വന്ന് നിന്നു. അങ്ങനെ ആ കാറിൽ നമ്മുടെ രേവതിയും സച്ചിയും അച്ചമ്മയും രവീന്ദ്രനും കൂടെ ഇറങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ ഇവരിറങ്ങി വരുമ്പോഴത്തേക്കും അമ്പലത്തിന്റെ അവിടെ ഇരുന്ന് പൂ കെട്ടുന്ന നമ്മുടെ രേവതിയുടെ അമ്മേനെയും അനിയനെയും അനിയത്തിനെയാണ് കണ്ടത്. രേവതി സന്തോഷത്തോട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അച്ചമ്മ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളിതെന്ത് പറ്റി, രാവിലെ ഇങ്ങെത്തിയോ? അത് പിന്നെ അച്ചമ്മേ, ഞങ്ങൾ എന്നും രാവിലെ 3:30 ആകുമ്പോഴാണ് വരുന്നത്. പക്ഷേ ഇന്ന് അതിലും കുറച്ച് നേരത്തെ ഞങ്ങൾ വന്നു. ഏതായാലും കല്യാണമല്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ വരാൻ ഓർത്തു. ഇവിടെ വന്ന് പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞ് പോയി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി കാപ്പി കുടിച്ചിട്ടാ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു, അല്ലമ്മേ, പൂ കോർത്ത് കഴിഞ്ഞില്ലേ, എങ്കിൽ പിന്നെ ഞാനും കോർക്കാൻ കൂടാട്ടോ എന്നും പറഞ്ഞു ഓടിച്ചെന്ന് അവിടെ ഇരുന്ന് പൂ കെട്ടാനും കോർക്കാനും ഒക്കെ കൂടുകയാണ്. ഇതേ സമയം നമ്മുടെ ശ്രീകാന്ത് വന്നായിരുന്നു. ശ്രീകാന്ത് നേരെ ദേവുവിൻ്റെ അടുത്ത് ചെന്നു. ദേവുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേവു പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പം ശ്രീയുടെ വിവാഹമല്ലേ, എങ്ങനെയാ പ്രപ്പോസ് ചെയ്തോ അവളുമായിട്ട്? എവളുമായിട്ട്? അല്ല ആ വർഷ എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റുമായിട്ട്? ഹേയ് പോ ദേവു ഒന്ന്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. ഓ പിന്നെ വെറുതെ പറയരുത് കേട്ടോ. ഏതായാലും ഇപ്പം ഫോൺ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ അങ്ങോട്ടേക്ക് എല്ലാം തുറന്ന് സംസാരിക്കാം. നിങ്ങളുടെ ഇടനിലക്കാരിയായിട്ട് നിന്ന് വേണമെങ്കിൽ സംസാരിക്കാം. ഓ വേണ്ടായേ എൻ്റെ പൊന്നു ദേവു, നീ ആ കാര്യം വിടാൻ പറഞ്ഞു. ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ കാണിക്കുന്നത് രണ്ടാമത്തെ ട്രിപ്പ് നമ്മുടെ സച്ചി കൊണ്ടുവന്ന് ഇറക്കുന്നത് സുധീനെയും ചന്ദ്രനെയും ഭാമേനെയാണ്. അങ്ങനെ സുധീൻ ചന്ദ്രയും ഭാമയും വന്ന് ഇറങ്ങിയിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി വേലങ്ങനെ അങ്ങ് വന്ന് നിന്നിട്ട്, നീ എങ്ങോട്ടേക്ക് പോവാടാ? എടാ ഇതേ പച്ചോളത്തിലല്ല ഓടുന്നത്, ഇതിൻ്റെ പൈസ തന്നിട്ട് പോയാൽ മതി. എൻ്റെ കാറിൻ്റെ വാടക ഇങ്ങ് താടാന്ന് പറഞ്ഞു. കാറിൻ്റെ വാടകയോ? നീ എന്താടാ ഈ പറയുന്നത്? ഞാനിങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താ നിനക്ക് ചെവി കേട്ടൂടെ? ഇത് വാടകയ്ക്ക് ഓടുന്ന വണ്ടിയാ, അല്ലാതെ എൻ്റെ സ്വന്തം വണ്ടിയൊന്നും അല്ലാന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു, എടാ നമ്മുടെ വീട്ടിലൊരാവശ്യത്തിനല്ലേടാ ഇതൊക്കെ ഉപകരിക്കുന്നത്. വീട്ടിലൊരാവശ്യം, ഒരു 2ാം കല്യാണം അല്ലേ നടക്കാൻ പോകുന്നത്? എടാ ആരാടാ പറഞ്ഞ 2ാം കല്യാണമാണെന്ന്? അതെ, എൻ്റെ മോൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവൻ ആരുടെയും കഴുത്തിലേ താലി ചാർത്തിയിട്ടൊന്നുമില്ലല്ലോ. താലി ചാർത്തിയില്ലെങ്കിൽ എന്താ, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. എടാ മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. മിണ്ടാതിരിക്കേണ്ട ഒരു കാര്യമില്ല, ഈ നാട്ടുകാർക്കെല്ലാം അറിയാം ഇത് 2ാം കല്യാണമാണെന്ന്. ഇതിനാ 2ാം കല്യാണം എന്ന് പറയുന്നത്. താലി ചാർത്തിയില്ല പോലും എന്നും പറഞ്ഞൊരു നിപ്പ്. സുധിയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെട്ട് സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീന് കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.